ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഡേറ്റിന് പോയാലോ. ഇന്ന് ഞാൻ സ്കിൻ കെയർ മാത്രമല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാട്ടോ പോകുന്നത്. കുറച്ച് ഓവർ ആയിക്കോട്ടെ എന്ന് തന്നെ കരുതി. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സ്കിന്നെല്ലാം നല്ല ഗ്ലോയി ഡ്യൂവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മേക്കപ്പ് ചടങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് നമ്മുടെ ഫോക്സ്റ്റൈൻ്റെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് നമ്മുടെ സ്കിൻ നല്ല ഡ്യൂവി ഗ്ലാസി ലുക്ക് ആയിട്ട് നല്ല പ്ലംപി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ പ്രെപ്പ് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് മേക്കപ്പ് ബേസ് ഇത് തന്നെയാണ്. ഇതിലൂടെ നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ ഐ ഷാഡോയിലോട്ട് പോവാണ്. ഇതാണ് എൻ്റെ ഐ ഷാഡോ പാലറ്റ്. അപ്പോൾ ഫിലിം ഫെയറിന്റെ ഈ ന്യൂട്രൽ ഷെയ്ഡ്സ് വരുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഐയുടെ ബേസ് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഐ ഷാഡോ പാലറ്റിന് ഏറ്റവും ലൈറ്റ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിലുള്ള ഡാർക്ക്നെസ് എല്ലാം നമുക്കത് കളയാം. അപ്പോൾ പിന്നെ എല്ലാ കളറും നമുക്ക് നൈസായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബേസ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ലെറ്റ്സ് ആഡ് ഓൺ സം കളർ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് മോണോക്രോമാറ്റിക് ആയിട്ട് ചെയ്തെടുക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഔട്ടർ കോർണർ ഓഫ് ഐസ് ഔട്ടർ എല്ലാം നമുക്കൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു പ്രേഗ ലുക്കൊക്കെ കിട്ടും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ വരുമ്പോൾ ഒക്കെ സെറ്റ് ആവും. അത്രേ. ഇനി നമുക്ക് അതിൻ്റെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഇന്നർ കോർണർ ഓഫ് ഐസിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പമ്പരക്കുന്നത് വരുന്നതുകൊണ്ടല്ല, അടിയിൽ കല്ലൂച്ച് വന്നിട്ട് വെറുതെ തന്നെ ചൊറിയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ കണ്ണിലെ കലാരൂപ റെഡിയായി ഗൈസ്. മൊത്തത്തിൽ കണ്ണൊക്കെ ഒന്ന് തെറിച്ച് നിൽക്കുന്നില്ലേ? നമുക്കും അത് തന്നെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഐ ഷാഡോ മൊത്തത്തിൽ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് അതേ കളർ തന്നെ എടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ അടിയിലും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. നമുക്ക് നമ്മുടെ ഐലൈനർ വരച്ചു കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്കും ഏകദേശം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ ഐ മേക്ക് ഓവർ റെഡി ആവും. കണ്ണുകൾ കണ്ടോ നല്ലപോലെ വിജൃംഭിച്ചിരിക്കുന്നുള്ളേ. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് സെറ്റ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പരിപാടി കൂടി ഉണ്ട്. നമുക്ക് നമ്മുടെ കീ പോയിന്റ്സ് അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എൻ്റെ ഐബ്രോസിൻ്റെ സൈഡിലായിട്ടാണ്. അതാകുമ്പോൾ അവിടെ അങ്ങ് എടുത്ത് നിന്നോട്ടേ നീട്ടി. ഇനി അടുത്ത് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഏതോ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് സെറ്റായി ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി ബാക്കി ഔട്ട്ഫിറ്റും കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ പാർട്ട് 2.